കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് 2025-26 KSEBക്കായി 1088.8 കോടി രൂപ വകയിരുത്തുന്നു. ജലസേചന വകുപ്പിൻ്റെ പഴശ്ശി ഇറിഗേഷൻ ബാരേജിൽ നടപ്പിലാക്കുന്ന പഴശ്ശി സാഗർ പദ്ധതിക്ക് 10 കോടി രൂപ, മാരിപ്പുഴ ജലവൈദ്യുത പദ്ധതിക്കായി 2 കോടി രൂപയും മറ്റ് ചെറുകിട വൈദ്യുത പദ്ധതികൾക്കായി 12 കോടിയും വകയിരുത്തുന്നു. സാധ്യമായ ഇടങ്ങളിൽ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കും. പ്രസരണ ശൃംഖലകൾക്കായി 370 കോടി രൂപ വകയിരുത്തുന്നു. ജലവൈദ്യുത നിലയങ്ങളുടെ നവീകരണത്തിനും ആധുനികവൽക്കരണത്തിനുമായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, വാണിജ്യ നഷ്ടം കുറച്ചുകൊണ്ട് വരുന്നതിനുള്ള ദ്യുതി പദ്ധതിക്ക് 430 കോടി രൂപ വകയിരുത്തുന്നു. സർ, പകൽ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി സംഭരിച്ച് രാത്രി ലഭ്യമാക്കുന്നതാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം BES. സംസ്ഥാനത്തിന് അനുവദിച്ച 500 മെഗാവാട്ട് BES കാസർഗോഡ് മൈലാട്ടിയിൽ 2026 പ്രവർത്തനം ആരംഭിക്കും. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നടപ്പിലാക്കുന്നതിനായി പ്രത്യേകമായി 5 കോടി രൂപ വകയിരുത്തുന്നു. ഊർജ്ജ മേഖലയിൽ നവീന പ്രവർത്തനങ്ങളും ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നതിനായി എസ്കോട്ട് എന്ന പദ്ധതിക്ക് 41.22 കോടി വകയിരുത്തുന്നു. അനർട്ടിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പാരമ്പര്യേകത ഊർജ്ജ മേഖലയ്ക്ക് 67.96 കോടി രൂപ വകയിരുത്തുന്നു. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ പദ്ധതികൾ പരിപാടികൾക്കായി 31.50 കോടി രൂപ വകയിരുത്തുന്നു. വിദൂര ആദിവാസി ഗ്രാമങ്ങളുടെ വൈദ്യുതിവൽക്കരണത്തിന് 5 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ ഗോത്ര നഗരങ്ങളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾ KSEBയുടെ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾക്കായിട്ട് 6.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, വ്യാവസായിക മേഖലയ്ക്ക് ആവശ്യമായ ഭൂമി ലഭ്യത ഉറപ്പാക്കുന്നതിനായി 31 സ്വകാര്യ വ്യവസായ പാർക്കുകൾ ഡെവലപ്പർ പെർമിറ്റ് ഈ ഘട്ടത്തിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട്. സംരംഭക സഹായ പദ്ധതിയിലൂടെ സബ്സിഡി ഇനത്തിൽ 165 കോടി രൂപ 3193 സംരംഭകർക്ക് വിതരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വ്യവസായ മേഖലയ്ക്കാകെ 2025-26 1831.36 കോടി രൂപ വകയിരുത്തുന്നു. ചെറുകിട വ്യവസായത്തിന് 254.93 കോടി, എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് പ്ലോട്ട് എസ്റ്റേറ്റുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 18 കോടി രൂപയും ബഹുനില എസ്റ്റേറ്റുകളുടെ നിർമ്മാണത്തിന് 10 കോടി രൂപയും പൊതു സ്വകാര്യ പങ്കാളിത്ത രീതിയിൽ വ്യവസായ പാർക്കുകളും പ്രദേശങ്ങളും വികസിപ്പിക്കുന്നതിന് 7.4 കോടി രൂപയും വകയിരുത്തുന്നു. സംസ്ഥാനത്തിൻ്റെ മരുന്നുൽപ്പാദന രംഗത്ത് പ്രധാന പങ്കുവഹിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ആലപ്പുഴ KSDPയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. യോഗ്യരായ സംരംഭകർക്ക് യൂണിറ്റുകൾക്ക് സ്റ്റാർട്ടപ്പ് നിക്ഷേപ സാങ്കേതിക പിന്തുണകൾ നൽകുന്നതിനുള്ള സംരംഭക സഹായ പദ്ധതിക്കായിട്ട് 80 കോടി രൂപ വകയിരുത്തുന്നു. നാനോ സംരംഭങ്ങൾക്ക് 17.06 കോടി രൂപ വകയിരുത്തുന്നു. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രത്യേക പാക്കേജിനായി 48.01 കോടി രൂപ വകയിരുത്തുന്നു. വയനാട് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രോജക്റ്റിന് ആയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 3 കോടി രൂപ ഉൾപ്പെടെ തോട്ടം മേഖലയുടെ ഉന്നമനത്തിനായി 6 കോടി രൂപ വകയിരുത്തുന്നു. വാണിജ്യ മേഖലയുടെ വികസനത്തിനായി 7 കോടി രൂപ വകയിരുത്തുന്നു. കരകൗശല മേഖലയ്ക്ക് 4.11 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ആറന്മുള കണ്ണാടി, കഥകളി രൂപം, തെയ്യം തുടങ്ങി കേരളത്തിൻ്റെ സവിശേഷമായ മുദ്രകൾ പേറുന്ന ടൂറിസം സുവനീറുകൾ, വ്യത്യസ്തമായ ടൂറിസം സുവനീറുകൾ തയ്യാറാക്കുന്നതിന് കരകൗശല വികസന കോർപ്പറേഷൻ 25 ലക്ഷം രൂപ അനുവദിക്കുന്നു. കൈത്തറി യന്ത്രത്തറി മേഖലയ്ക്ക് 56.89 കോടി രൂപ വകയിരുത്തുന്നു. കൈത്തറി സഹകരണ സംഘങ്ങൾ ഹാൻഡെക്സ്, ഹാൻവീവ എന്നിവയ്ക്കുള്ള സർക്കാർ വിഹിതമായ 5.3 കോടിയും ഹാൻഡെക്സ്, ഹാൻവീവ എന്നിവയ്ക്കുള്ള മൂലധന അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനുള്ള 450 കോടി രൂപയും ഉൾപ്പെടെ ഉള്ള ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ പദ്ധതി. സർ, കൈത്തറി മേഖലയിലെ പ്രീമിയം ഉൽപ്പന്നങ്ങൾക്കുള്ള ഉൽപ്പന്ന വികസന സഹായം പുതിയ പദ്ധതിക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. ഹാൻഡെക്സിൻ്റെ പുനരുജ്ജീവനത്തിനായി 20 കോടി രൂപയുടെ പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കുന്നു. സർ, ടെക്സ്പെർട്ടിൻ്റെ കീഴിലുള്ള സഹകരണ സ്പിന്നിംഗ് മില്ലുകളുടെ പുനരുദ്ധാരണത്തിന് സമഗ്ര പദ്ധതിക്കായി 6 കോടി രൂപ വകയിരുത്തുന്നു. കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് പ്രത്യേക സഹായത്തിനായി 3 കോടി രൂപ വകയിരുത്തുന്നു. സർ, കയർ മേഖലയ്ക്ക് ആകെ 107.64 കോടി രൂപ വകയിരുത്തുന്നു. കയർ വ്യവസായത്തിൻ്റെ യന്ത്രവൽക്കരണത്തിനും നിയന്ത്രിത യന്ത്രവൽക്കരണത്തിനും പശ്ചാത്തല വികസനത്തിനുമായി 22 കോടി രൂപയും കയർ ഉൽപ്പന്നങ്ങളുടെയും ചകിരിയുടെയും വിലസ്ഥിരത ഉറപ്പാക്കുന്നതിന് 38 കോടി രൂപയും വകയിരുത്തുന്നു. വലിയ വാണിജ്യ സാധ്യത ഉണ്ടായിട്ടുള്ള ചകിരിച്ചോറ് വ്യവസായ വികസന പദ്ധതിക്ക് 5 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. കയർ സഹകരണ സംഘങ്ങളുടെ പുനരുജ്ജീവന പദ്ധതിക്കായിട്ട് 13.5 കോടി രൂപ വകയിരുത്തുന്നു. ഖാദി ഗ്രാമവ്യവസായ മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി 15.7 കോടി രൂപ വകയിരുത്തുന്നു. കശുവണ്ടി മേഖലയ്ക്ക് 53.36 കോടി രൂപ നീക്കിവെക്കുന്നു. ഇതിൽ 3.5 കോടി രൂപ കേരള സംസ്ഥാന കശുവണ്ടി കോർപ്പറേഷൻ, 3 കോടി രൂപ കാപ്പെക്സിനും 6.31 കോടി രൂപ കശുമാവ് കൃഷി വ്യാപിപ്പിക്കുന്നതിനുള്ള കേരള സംസ്ഥാന ഏജൻസിക്കും 41 കോടി രൂപ കേരള കാഷ്യൂ ബോർഡിനും ഉള്ളതാണ്. കശുവണ്ടി മേഖല പുനരുജ്ജീവന ഫണ്ടിനായി 30 കോടി രൂപ അനുവദിക്കുന്നു. ഉൽപ്പാദന വൈവിധ്യവൽക്കരണത്തിന് 5 കോടി രൂപയും വകയിരുത്തുന്നു. സർ, സ്വകാര്യ മേഖലയിലെ കശുവണ്ടി തൊഴിലാളികൾക്ക് സ്ത്രീകൾക്ക് സൗഹൃദമായ തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കുന്ന പദ്ധതി 2 കോടി രൂപ വകയിരുത്തുന്നു. ചെറുകിട ഇടത്തരം കശുവണ്ടി ഫാക്ടറികളുടെ പുനരുജ്ജീവനത്തിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൻകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് വേണ്ടി 795.09 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 22 കോടി അധികമാണ്. കേരള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് 127.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, KSID വ്യവസായ പാർക്കുകൾ 11.5 കോടി രൂപ,
വ്യവസായ വളർച്ചാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി 10.68 കോടി രൂപയും വകയിരുത്തുന്നു. സർ, ആഗോള നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഉള്ള കേന്ദ്രമായി കേരളത്തെ ഉയർത്താൻ വിഭാവനം ചെയ്യുന്ന പദ്ധതിക്കായി 22 കോടി രൂപ വകയിരുത്തുന്നു. കേരള കൺസ്ട്രക്ഷൻ കമ്പോണൻസ് ലിമിറ്റഡിനായി 4 കോടി രൂപ വകയിരുത്തുന്നു. MSMEകളെയും സ്റ്റാർട്ടപ്പുകളെയും സ്വയം പര്യാപ്തമാക്കാനും ശാക്തീകരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ പ്രത്യേക സഹായ പദ്ധതിക്ക് 9 കോടി രൂപ വകയിരുത്തുന്നു. പീഡിത വ്യവസായ പുനരുജ്ജീവനം എന്ന പുതിയ പദ്ധതിക്കായിട്ട് 4 കോടി രൂപ വകയിരുത്തുന്നു. സുസ്ഥിര വ്യവസായ പ്രോത്സാഹന പദ്ധതിക്കായി 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, ലൈഫ് സയൻസ് പാർക്കിന് 16 കോടി രൂപയും മെഡിക്കൽ ഡിവൈസസ് പാർക്കിന് 21.92 കോടി രൂപയും വകയിരുത്തിയിരിക്കുന്നു. സർ, കേരള റബ്ബർ ലിമിറ്റഡിന് 9 കോടി രൂപ വകയിരുത്തുന്നു. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 19.5 കോടി രൂപ, കിൻഫ്രയ്ക്ക് 346.31 കോടി രൂപയും വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 22 കോടി രൂപ അധികമാണ്. സർ, ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിലെ ജലവിതരണ പദ്ധതികൾക്ക് 9 കോടി രൂപ വകയിരുത്തുന്നു. കൊച്ചി പെട്രോ കെമിക്കൽ പാർക്കിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 30 കോടി രൂപ വകയിരുത്തുന്നു. സർ, പാലക്കാട് കിൻഫ്ര ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രിയൽ ടെക്സ്റ്റൈൽ പാർക്കിലെ 12.5 MLD ശേഷിയുള്ള ജലശുദ്ധീകരണ പ്ലാന്റും ജലവിതരണ പൈപ്പ് ലൈനും സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്കായി 65.5 കോടി രൂപ വകയിരുത്തുന്നു. കിൻഫ്ര മുഖേന കാക്കനാട്ട് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന എക്സിബിഷൻ സെൻ്ററിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, നിർദ്ദിഷ്ട വിഴിഞ്ഞം വികസന മേഖലയിൽ ആരംഭിക്കുന്ന കൺവെൻഷൻ കം എക്സിബിഷൻ സെൻ്ററിനായി 20 കോടി രൂപ അനുവദിക്കുന്നു. സർ, കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായിട്ടുള്ള കൊച്ചി പാലക്കാട് ഹൈടെക് വ്യവസായ ഇടനാഴിക്ക് 200 കോടി രൂപ വകയിരുത്തുന്നു. സർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനത്തിനായി വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് ഉൾപ്പെടെ സമഗ്ര സാമ്പത്തിക പുനഃസംഘടനാ പദ്ധതിക്കായി 275.10 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് കീഴിൽ ഇലക്ട്രോണിക്സ് പാക്കേജ് ടെസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, കൊല്ലം ജില്ലയിൽ ഒരു പുതിയ വ്യവസായ ഫുഡ് പാർക്ക് ആരംഭിക്കുന്നതിനായി പ്രാരംഭമായി 5 കോടി രൂപ വകയിരുത്തുന്നു. ധാതു മേഖലയ്ക്കായി പ്രവർത്തനങ്ങൾക്കായി 7 കോടി രൂപ വകയിരുത്തുന്നു. വിവര സാങ്കേതികവിദ്യ. സർ, ഡിജിറ്റൽ വിപ്ലവത്തിൽ കേരളത്തെ ആഗോള നേതൃനിരയിലേക്ക് നയിക്കുക എന്നതാണ് പുതിയ IT നയത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം കൈവരിക്കുന്ന വിധം വിവര സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്കായി 517.64 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 10.5 കോടി രൂപ അധികമാണ്. IT മിഷന് 134.03 കോടി രൂപ വകയിരുത്തുന്നു. ഇത് 16.85 കോടി രൂപ മുൻവർഷത്തേക്കാൾ അധികമാണ്. സർ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾക്കായി 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തിൻ്റെ പുതിയ IT നയത്തിന് രൂപം നൽകുന്ന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പുതിയ നയത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും മറ്റ് IT അധിഷ്ഠിത വ്യവസായ പ്രവർത്തനങ്ങൾക്കായി മുൻവർഷത്തേക്കാളും 20 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. സർ, ട്രിപ്പിൾ ITMKയുടെ പ്രവർത്തനങ്ങൾക്കായി 16.95 കോടി രൂപ വകയിരുത്തുന്നു. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഫണ്ട് ഓഫ് ഫണ്ട്സിലേക്ക് 10 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. സർ, എമർജിംഗ് ടെക്നോളജി ഹബിൻ്റെ തുടർ പ്രവർത്തനത്തിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്രവർത്തനത്തിന് 25.81 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഡിജിറ്റൽ ആർട്സ് സ്കൂൾ കേരളയ്ക്കായി 2 കോടി രൂപയും ഡിജിറ്റൽ മ്യൂസിയം കേരളയ്ക്ക് 3 കോടി രൂപയും വകയിരുത്തുന്നു. ഗ്രഫീൻ അറോറ. സർ, ഗ്രഫീൻ സാങ്കേതികവിദ്യ ഉപഭോക്താക്കൾ വൻതോതിൽ സ്വീകരിക്കുന്നതിനും വാണിജ്യവൽക്കരിക്കുന്നതിനും ഉയർന്നു വന്ന ഗ്രഫീൻ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഇക്കോസിസ്റ്റത്തെ പരിപോഷിക്കുന്നതിനായി ഒരു സ്വയം പര്യാപ്തമായ സെക്ഷൻ 8 കമ്പനി രൂപീകരിക്കുക എന്നതാണ് ഗ്രഫീൻ അറോറയുടെ പ്രാഥമിക ലക്ഷ്യം. ഈ പദ്ധതിക്കായിട്ട് പ്രാഥമികമായിട്ട് 3.8 കോടി രൂപ വകയിരുത്തുന്നു. ഇന്ത്യ ഇന്നോവേഷൻ സെൻറ്റർ ഫോർ ഗ്രഫീനായി 4.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് 7.45 കോടി രൂപ. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന് 21 കോടി രൂപ, കൊച്ചി ഇൻഫോ പാർക്കിന് 21.6 കോടി രൂപ, കോഴിക്കോട് സൈബർ പാർക്കിന് 11.5 കോടി രൂപയും വകയിരുത്തുന്നു. സർ, പൊതുമേഖലാ സ്ഥാപനമായ KSITLൻ്റെ പ്രവർത്തനങ്ങൾക്ക് 24.71 കോടി രൂപ വകയിരുത്തുന്നു. സ്പേസ് പാർക്കിനായി 52.50 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കിന് 100 കോടി രൂപ വകയിരുത്തുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് 90.52 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 20 കോടി രൂപ കൊച്ചിയിലെ ടെക്നോളജി ഇന്നോവേഷൻ സോണിനും 70.52 കോടി രൂപ യുവജന സംരംഭകത്വ വികസന പരിപാടികൾക്കുമായിരിക്കും. ഗതാഗതവും വാർത്താവിനിമയവും. സർ, ഗതാഗത മേഖലയിൽ വികസന പദ്ധതികൾക്കായി 2065.1 കോടി രൂപ വകയിരുത്തുന്നു. മേഖലയുടെ ആകെ ബജറ്റ് വിഹിതം മുൻവർഷത്തേക്കാൾ 88.97 കോടി രൂപ അധികമാണ്. റോഡുകൾക്കും പാലങ്ങൾക്കും 1157.43 കോടി രൂപയും റോഡ് ഗതാഗതത്തിന് 191 കോടി രൂപയും ഉൾനാടൻ ജലഗതാഗത മേഖലയ്ക്ക് 133.02 കോടി രൂപയുമുണ്ട്. തുറമുഖങ്ങൾക്കും ലൈറ്റ് ഹൗസുകൾക്കും കപ്പൽ ഗതാഗതത്തിനുമായി മുൻവർഷത്തെ 73.272 കോടിയിൽ നിന്നും 93.72 കോടിയായി വർദ്ധിപ്പിക്കുന്നു. മാരിടൈം ബോർഡിന് തുറമുഖ വകുപ്പിനുമായി 82.7 കോടി രൂപ.
സർ, അഴീക്കൽ, വേപ്പൂർ, കൊല്ലം, വിഴിഞ്ഞം, പൊന്നാനി, ആലപ്പുഴ, കൊടുങ്ങല്ലൂർ, വലിയ തലശ്ശേരി, വലിയതുറ, കണ്ണൂർ, കാസർഗോഡ് എന്നീ നോൺ മേജർ തുറമുഖങ്ങളുടെ വികസനത്തിന് 65 കോടി രൂപ വകയിരുത്തുന്നു. സാഗർമാല പദ്ധതി കൊല്ലം തുറമുഖത്തെ ഇമിഗ്രേഷൻ ചെക്ക് പോയിൻ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി 101 മീറ്റർ നീളമുള്ള പാസഞ്ചർ ബർത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. കൊൽക്കത്ത മത്സ്യബന്ധന ബോട്ടുകൾ, ഹൗസ് ബോട്ടുകൾ എന്നിവയുടെ ഷിപ്പ് റിപ്പയറിംഗ് യൂണിറ്റും തുറമുഖത്തൊരു ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കും സാഗർമാലയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. കേരളത്തിലെ തുറമുഖങ്ങളിൽ നിഷ്ക്രമമായി കിടക്കുന്ന വിലപിടിപ്പുള്ള ആസ്തികൾ, ഭൂമിയും കെട്ടിടവും ഉൾപ്പെടെ സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ നിന്നും കേരളത്തിലേക്ക് യാത്രാക്കപ്പൽ ആരംഭിക്കുന്നതിനുള്ള താൽപ്പര്യപത്രം ക്ഷണിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നു. യാത്രാക്കപ്പലുകളും ക്രൂയിസ് കപ്പലുകളും ഉല്ലാസ നൗകകളും കൂടുതലായി വാണിജ്യാടിസ്ഥാനത്തിൽ വരുന്നതിന് VGF ആയി 10 കോടി രൂപ വകയിരുത്തുന്നു.